ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയ. മക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. മാത്സിലെ കിടിലം ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുന്ന എല്ലാ എന്റെ പൊന്നു മക്കൾക്കും വിഷ് യു ആൾ ദ ബെസ്റ്റ് എന്ന് ഒന്നുകൂടെ പറയാണ്. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ പറയാ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് നിങ്ങൾ USS പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് നേരിട്ട് വന്നിട്ട് സാറോട് പറയാ എങ്ങനെ ഉണ്ടായിരുന്നു സാറുടെ പരീക്ഷ എന്നൊക്കെ നേരിട്ട് പറയാൻ. മീൻസ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവരെ നേരിട്ട് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മാക്സിമം ഞാൻ എന്ത് ചെയ്യാം, റീപ്ലൈ തരാം. അപ്പൊ ഇനി മെസ്സേജ് അയക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും, സ്റ്റോറി ഹൈലൈറ്റിൽ വെച്ച സ്റ്റോറിക്ക് ഹായ് ഇട്ടാലും മതി കേട്ടോ. എന്നാലും എന്ത് ചെയ്യാം, മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ ID മറക്കണ്ട. അപ്പൊ താങ്ക് യു. അപ്പൊ വേഗം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രെയിൻ വെറുതെ കടന്നു പോവല്ല. ഒരു പാലം കടന്നു പോകുന്ന കുഞ്ഞുമനെ ഒരു കേക്ക്, ഒരു പാലം കടന്നു പോകുന്ന ഒരു ട്രെയിന് എത്ര സമയം കൊണ്ട് ആ ട്രെയിൻ എന്ത് ചെയ്യും, പാലം കടന്നു പോകാൻ എടുക്കും എന്നാണ് ചോദിച്ചത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്ക്. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഈസ് 120 മീറ്റർ. അല്ലെ, ഹൗ ലോങ് വിൽ ടേക്ക് പാസ് ദ ബ്രിഡ്ജ് ദാറ്റ് 605 ലോങ് മീറ്റർ. അതായത് ഇവര് പറയുന്നത് എന്താ, 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഉണ്ട് എന്നാ പറയുന്നത്. അതിനുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഡിസ്റ്റൻസ്, ടൈം, സെക്കൻഡ്, അതായത് വേഗത, അങ്ങനത്തെ ആ സാധനം ഉണ്ടല്ലോ, വേഗത, സമയം, വേഗത, ആ സംഭവമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഈ ഒരു കോളം, ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെന്താണ് ചോദിച്ചാൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. DTS. എന്താ DTS എന്ന് ചോദിച്ചാല്, D ഫോർ ഇംഗ്ലീഷിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്നാണ് പറയാ. മലയാളത്തിൽ എന്ത് പറയും, ദൂരം എന്ന് പറയും. എന്താ പറയാ, ദൂരം. അതുപോലെ T ഫോർ ടൈം എന്നാണ് പറയാ, അതായത് സമയം എന്ന് നമ്മൾ പറയും. S ഫോർ സ്പീഡ് എന്നാണ് പറയാ, അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, വേഗത. ഇങ്ങനൊരു സാധനം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചേ പറ്റൂ. എന്താണ് DTS? ഇതെന്താ സാധനം എന്നല്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്. മക്കളെ, ഡിസ്റ്റൻസ് കാണാനാണ് നിങ്ങൾക്കൊരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇത് ടൈം ഇൻറ്റു സ്പീഡ് ആയിരിക്കും. അതാണ് ഇൻറ്റു, ഇത് മീൻസ് ഇൻറ്റു ആണ്. ടൈം ഇൻറ്റു സ്പീഡ്, അതായത് ഡിസ്റ്റൻസ് കാണാൻ ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ, സമയം ഇൻറ്റു വേഗത, അതാണ് ഇതിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള സമവാക്യം. നിങ്ങൾ സമവാക്യം കാണാണ്ട് പഠിക്കണ്ട, നിങ്ങൾ ഈ ബോക്സ് പഠിച്ചാൽ മതി. DTS. അപ്പൊ ഡിസ്റ്റൻസ് അല്ലെ, ഏതാ, വേഗത അല്ല, ദൂരം കാണാനാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ ടൈം ഇൻറ്റു സ്പീഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ദൂരല്ല തരുന്നത്, ടൈം ആണ് കാണുന്നത്, അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കണം. അതായത് ടൈം കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, അതിനാണ് ഈ വര വരച്ചത് കേട്ടോ. ഡിസ്റ്റൻസ്, ദൂരം ബൈ സ്പീഡ്, വേഗത. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. അതായത് ഇത് കാണാൻ ഇത് ഡിവൈഡ് ചെയ്യാം. കത്തിയോ? അങ്ങനെയാണെങ്കിൽ സ്പീഡ് കാണാനാണെങ്കിലോ, അതായത് വേഗത കാണാനാണെങ്കിൽ എന്തായിരിക്കും, ഈ സ്പീഡ് കാണാൻ വേഗത എവിടെയല്ലേ ഉള്ളത്, അപ്പൊ ഇതും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ ഇട്ട ഡിവിഷൻ. അപ്പൊ ഡിസ്റ്റൻസ് കാണുമ്പോൾ നേരെ ചെയ്യാ, ബാക്കിയുള്ളതാണെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അതായത് സ്പീഡ് കാണുമ്പോൾ എന്താ ചെയ്യാ, നേരെ കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അതായത് ദൂരം ബൈ സമയം. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതുക. ഓക്കെ, എന്താ സംഭവം ചോദിച്ചാൽ ദൂരം അല്ലെ, ഡിസ്റ്റൻസ് പറഞ്ഞ ദൂരം എന്താണ്, ടൈം ഇൻറ്റു സ്പീഡ്, സമയം ഗുണനം എന്താണ്, നമ്മുടെ സ്പീഡ് അല്ലെ, വേഗത. അതുപോലെ ബാക്കിയുള്ള എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഈ ഒരു സമവാക്യം പഠിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. നമുക്ക് വേഗം ഒന്ന് ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ ഉണ്ട്. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ട്രെയിന് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് ഇവിടെ തന്നത്. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗതയുണ്ട്. വേഗത എത്രയാടാ, 90 km/h ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം, km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റിയേ പറ്റൂ. അതും നിങ്ങൾ കാണാണ്ട പഠിച്ചു വെച്ചോ. 90 നോക്ക് മക്കളെ, നോക്ക്, ഇവിടെ കിലോമീറ്റർ ആണ്, km/h ആണ്. km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. അത് മാറ്റുന്നത് പഠിച്ചേ പറ്റൂ. USSL കുട്ടികൾ അത് ഓർത്തേ പറ്റൂ. എന്താ സംഭവം ചോദിച്ചാൽ എന്താ കേട്ടോ, ഈ 90 എപ്പോഴും ഒരു 5/18 കൊണ്ട് ഗുണിക്കുക.
അത് എഴുതുന്ന സാറേ 5/18 വന്നെന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. കിലോമീറ്റർ പെർ ഹവർ നിങ്ങൾ കണ്ടോ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയേക്കണം. കാരണം ഇവിടെ മീറ്റർ ആണുള്ളത്, അതുകൊണ്ട് തന്നെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ആ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ നിങ്ങൾ ഏത് കൊണ്ട് ഗുണിച്ചേ പറ്റൂ? എപ്പോഴും മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചേ പറ്റൂ. ഗുണിച്ചില്ല എന്താ പ്രശ്നം വെച്ചാൽ അത്ര തെറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗുണിച്ചേ പറ്റൂ. അപ്പൊ എങ്ങനെ ഗുണിക്കുമ്പോ എന്താ, എങ്ങനെ ഗുണിക്കാന്നറിയോ? 90 18 ഉണ്ട് കേട്ടോ, 5 ഉണ്ടായിരിക്കും. ഒന്ന് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ 5 × 5. അപ്പൊ ആൻസർ 5 × 5 ദാറ്റ് ഈസ് 25 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 90 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ, അതായത് 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ വേഗത കിട്ടി, സ്പീഡ് കിട്ടി. ഇനി ഒരു സാധനം ഇവിടെ പ്രത്യേകം ഒരു പറയുന്നുണ്ട്, ട്രെയിനിന്റെ സ്പീഡ്, സോറി ട്രെയിനിന്റെ നീളം എത്രയാ? ട്രെയിൻ ലെങ്ത് 120 മീറ്റർ ആണെങ്കിൽ പോലും അവിടെ ദൂരം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക്, അവിടെ എന്തോ ഒരു സാധനം ഒരു പാലത്തിനെ കടന്നു പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ വെറുതെ പോകുന്ന ഒരു ട്രെയിന് ഒരു 605, അതായത് ബ്രിഡ്ജ് ലെങ്ത്, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലത്തിന്റെ നീളം എത്രയാന്ന് ചോദിച്ചാൽ 605. ഇത് പല രീതിയിൽ ചോദിക്കും. ചില സമയത്ത് പാലത്തിനെ കടന്നു പോകുന്ന ട്രെയിൻ ആയിരിക്കും, ചില സമയത്ത് വേറൊരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്ന ട്രെയിൻ ആയിരിക്കും. വെറുതെ ഒരു ട്രെയിൻ, ആ ട്രെയിൻ പാലം കടന്നു പോകുമ്പോൾ എടുക്കുന്ന സമയം, പ്ലാറ്റ്ഫോം കടന്നു പോകുമ്പോൾ എടുക്കുന്ന സമയം, മാങ്ങാത്തോലി തേങ്ങാക്കോല ഇതെല്ലാം ചോദിക്കും. അപ്പൊ പാലമോ പ്ലാറ്റ്ഫോമോ ഇവിടെ ഉണ്ടെങ്കിൽ മക്കളെ അത്രയും മീറ്റർ ഉണ്ട് അല്ലെ. പാലം എത്രയാണ്? അല്പം പാലം എന്ന് പറഞ്ഞാൽ 605 ആണ്, ട്രെയിനിന്റെ നീളം 120 ആണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയേക്കണം. ഓക്കെ, അപ്പൊ ദൂരം കാണാൻ ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ടേ. ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുമ്പം എത്ര ദൂരം ഉണ്ടാവും? നമ്മുടെ ട്രെയിനിന് 120 മീറ്റർ നീളമുണ്ട്, പ്ലസ് നമ്മുടെ പാലത്തിന് 605 മീറ്റർ നീളമുണ്ട്. അപ്പൊ ടോട്ടൽ 725 മീറ്റർ എഴുതണം. ട്രെയിനിന്റെ മാത്രം എഴുതിയാൽ പോരാ, പാലത്തിന്റെ കൂടെ കൂട്ടണം. പാലത്തും കൂടെ കൂട്ടണം. ഇനി പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോമും കൂടെ കൂട്ടണം. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എത്ര സമയമെടുക്കും, എത്ര ടൈം എടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇതാണ് സാധനം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇതാ ആൻസർ കഴിഞ്ഞു കേട്ടോ. അഞ്ഞ അത് കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താൽ മതി? DTS വേഗം ഒരു കോളം വരയ്ക്കുന്നു അല്ലെ, വേഗം വരയ്ക്കുന്നു. DTS എന്ത് ചെയ്യുന്നു? ടൈം ആണ് കാണേണ്ടത്. അപ്പോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദൂരം ഇവിടെ കിട്ടിയെന്ന് എത്രയാ? 725 ബൈ സ്പീഡ് എന്ന് പറഞ്ഞതാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. എത്രയാണത്? 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 725നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരേ പൊളി ആൻസർ 29 സെക്കൻഡ്. എന്താ പറയണ അറിയോ? 29 സെക്കൻഡ് കൊണ്ടല്ലേ ഒരു ട്രെയിനില്ലേ 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു 605 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്ന പറയുന്നത്. 29 സെക്കൻഡ് വേണം കടന്നു പോകാൻ. എങ്ങനെയാ കണ്ടേ? ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളം കൂട്ടി 725. അതാ ടോട്ടൽ ഡിസ്റ്റൻസ്. അതാണ്. അപ്പൊ ടൈം ഡിസ്റ്റൻസിന്റെ പകരം 725. സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ 90 കിലോമീറ്റർ പെർ ഹവറിലാണ് പോവുക. പക്ഷെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് 25 കിട്ടി. അപ്പൊ സ്പീഡ് 25 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ ഉത്തരം. ഏത് പൊളി, ഒരേ പൊളി, സെറ്റ്. അപ്പോ അതൊന്നും നിങ്ങൾ വൃത്തിക്ക് ഒന്നും കൂടെ ഒക്കെ കണ്ട് വൃത്തിക്ക് പഠിക്കണം കേട്ടോ. ഓക്കെ, ആ ചോദ്യം നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യനാ? ഇതൊക്കെ എക്സുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ കുഞ്ഞോനെ നോക്ക്. ഇവിടെ എക്സ് വെറുതെ നിൽക്കുമല്ലോ, 1 വരും കേട്ടോ. അപ്പൊ എക്സ് എഴുതിയിട്ട് ഇതാ കണ്ടോ, കൂട്ടുക. 6 4 10 1 11 വരും. ഡിവൈഡഡ് ബൈ താഴെ താഴെ അതുപോലെ ഉണ്ട്. കേട്ടോ. ഇവിടെ എക്സുകളാണുള്ളത്. കുഞ്ഞോനെ നോക്ക്, എക്സ്. അപ്പൊ എക്സ് എഴുതിയതിന് ശേഷം 1 0 1 1 10 കൂടെ കൂട്ടിയ 11. x11 ഡിവൈഡഡ് ബൈ x11 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ഒരേ പൊളി ആൻസർ 1. എന്ത് സുഖണ്ടല്ലേ. സിമ്പിൾ ആൻസർ 1 ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ 1. അപ്പൊ പരീക്ഷയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട്.
ഉഷാറാണ്. അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ. അപ്പൊ ക്ലാസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പരീക്ഷ കഴിഞ്ഞ് സാറോട് നേരിട്ട് തന്നെ എന്ത് ചെയ്യാം പറയാ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക സാറോട് ഇൻസ്റ്റാഗ്രാം വഴി നേരിട്ട് തന്നെ അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.